എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മാർച്ച് 12-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ലോക ഗ്ലോക്കോമ ദിനം എന്നാണ്. ലോക ഗ്ലോക്കോമ ദിനം എന്നാണ് മാർച്ച് 12-ാം തീയതിയാണ് ലോക ഗ്ലോക്കോമ ദിനം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ്? 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് അഗ്നി 5. അപ്പൊ ഈ പരീക്ഷണത്തിന് നൽകിയ പേരാണ് എന്ത്? മിഷൻ ദിവ്യാസ്ത്ര. പരീക്ഷണത്തിന് നൽകിയ പേരെന്താണ്? മിഷൻ ദിവ്യാസ്ത്ര. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്? 65ാമത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കളരിപ്പയറ്റിൽ കിരീടം നേടിയത് കോഴിക്കോട് ജില്ലയാണ്. ഏത് ജില്ലയാണ്? കോഴിക്കോട് ജില്ല. ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, 96ാമത് ഓസ്കാറിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? എമ്മ സ്റ്റോൺ ആണ്. ചിത്രം പുവർ തിങ്സ് ആണ്. മികച്ച നടൻ കിലിയൻ മർഫി നമ്മൾ ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിരുന്നു, ഒന്ന് നോക്കി വെച്ചേക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ 8 വരി എലവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024 മാർച്ച് പ്രകാരം ICC ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണ് ഇപ്പം? രോഹിത് ശർമ്മയാണ്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം വരുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KG ജ്യോതിർഘോഷ് ആണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് KG ജ്യോതിർഘോഷ് ആണ്. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, 96ാമത് ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ ആണ്. 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമറിന് ലഭിച്ചത്, ഓർത്തിരിക്കുക. 23 കാറ്റഗറിയിലായിരുന്നു 2024 ഓസ്കാറിന്റെ മത്സരങ്ങൾ നടന്നിരുന്നത്. 23 കാറ്റഗറിയിലായിരുന്നു, ഒന്നും കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ 10ാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന പദ്ധതി കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരാണ്? മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന ഏത് മുഖ്യമന്ത്രിയാണ് കൊണ്ടുവന്നതെന്നാണ് ചോദ്യം. അരവിന്ദ് കെജ്രിവാൾ ആണ്. ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഈ പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിന് കഴിഞ്ഞുള്ള എല്ലാ വനിതകൾക്കും 10,000 രൂപ വെച്ച് പ്രതിമാസം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്, മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിക്കാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റൂട്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. LDCയുടെ ഫ്രീ ക്ലാസ്സുകൾ റൂട്ടർ ആപ്പിൽ റൺ ചെയ്യുന്നുണ്ട്. റൂട്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോസും മറ്റ് നോളജബിൾ ആയിട്ടുള്ള വീഡിയോസും വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.